ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പാസ്ത ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റാണ്, അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം കൂടിയുണ്ട്, ചെറിയ ഒരു പീസ് ക്യാപ്സിക്കാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ വെജിറ്റബിളിൻ്റെ ഒക്കെ. എന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അല്ലാണ്ട് ആവൊന്നും വേണ്ട. ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പാസ്ത ഇടുന്നതും വേവിക്കുന്നതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അത് നമ്മൾ വെജിറ്റബിളും പാസ്തയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വേവിച്ചതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നന്നായിട്ട് വേവിക്കൊന്നും വേണ്ട. നമുക്ക് ഇനി നമ്മളിതിൽക്കൊരു സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ വൈറ്റ് സോസ് ഇട്ടാം ഈ പാസ്തയിലേക്കുള്ള സോസുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോസ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇനി നമുക്കിതിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒഴിച്ച് കൊടുത്ത് കുറച്ച് കൂടുതൽ സോസ് മുൻകൂട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കൊടുത്താൽ മതി. നമുക്കിതിൽ ഒരു ലേശം ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വെജിറ്റബിളും സോസൊക്കെ ഒഴിച്ചിട്ടുള്ള വൈറ്റ് സോസൊക്കെ ഒഴിച്ചിട്ടുള്ള പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.